നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒരുപാട് കാലത്തിന് ശേഷം നല്ല ആണത്വമുള്ള ഒരു ഡയലോഗ് സുരേഷ് ഗോപി പറഞ്ഞു. ആദ്യം സുരേഷ് ചേട്ടൻ്റെ ഒരു നല്ല നമസ്കാരം. ഒരു സംഘടന ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനിറങ്ങുന്നവർക്ക് അതിന്റെ പ്രയാസം മനസ്സിലാവും. പൊളിച്ചു കളയാൻ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ തലയിൽ കണ്ണട വെച്ച ഒരു സംഘടനയിലെ 4, 3, 7 പേര് പോലും ഇല്ല. 60 പേരുണ്ട്, 70 പേരുണ്ടെന്നൊക്കെ പറയും. പിന്നെ ഒരുപാട് പേര് ഞങ്ങൾക്ക് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുറത്ത് വന്നാൽ അവരെ കൊന്നുകളയുന്നുള്ളതുകൊണ്ടാണ് അവരാരും ഞങ്ങളെ കൂടെ പരസ്യമായിട്ട് നിൽക്കാത്തതെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു സംഘടന ഉണ്ടല്ലോ. പടവലങ്ങിൽ പോലെ താഴോട്ട് വളരണം. ആ സംഘടന ഉയർത്തിവിട്ട ചില കുഴപ്പങ്ങൾ കാരണം ഒരാവശ്യവുമില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട അമ്മയുടെ കമ്മിറ്റിയെ അങ്ങ് പിരിച്ചുവിട്ടു. അമ്മയുടെ കമ്മിറ്റിയിലുള്ള ഇടവിള ബാബുവിനെയോ ബാബുരാജിനെയോ അല്ലെങ്കിൽ സിദ്ദിഖിനെയോ വ്യാജ പരാതി കൊടുത്ത് കേസാക്കിയെങ്കിൽ, അതിന് സർക്കാർ സപ്പോർട്ട് ചെയ്തെങ്കിൽ രാജിവെച്ച് അവർ 3 പേര് മാറി നിന്നാ പോരെ. രാജി പോലും വെക്കണ്ട, മാറി നിന്നാ പോരെ. 21 പേരുണ്ടെങ്കിൽ അതിൽ 3 പേര് പോയാലും പിന്നെയും ഭൂരിപക്ഷം കിടക്കില്ല. 18 പേര് പിന്നെയും ഇല്ലേ. പക്ഷേ ഏകകണ്ഠമായി രാജിവെച്ചു. രാജിവെക്കരുതെന്നൊക്കെ ചിലർ കടുംപിടുത്തമൊക്കെ പിടിച്ചു നോക്കി. കാരണം അമ്മയുടെ സീറ്റിന് ആഗ്രഹിച്ച് നടക്കുന്ന, എൻ്റെ അവസാനത്തെ അന്ത്യാഭിലാഷമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചിലരുണ്ട്. എനിക്കറിയാം ആളുകളെയൊക്കെ. അവരൊരു കളി കളിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ബുദ്ധിമാനായതുകൊണ്ടായിരിക്കും മോഹൻലാൽ പറഞ്ഞു അത് വേണ്ട, നമുക്ക് മൊത്തം പേർക്കും രാജിവെക്കാന്ന് പറഞ്ഞ് രാജിവെച്ചു. അമ്മ തീർന്നല്ലോ. മറ്റേ കിരീടത്തില് ഹൈദരാലി എന്ന് പറഞ്ഞ കൊച്ചിൻ എന്നിവയുടെ കഥാപാത്രം പറയുമ്പോൾ കീരിക്കാടൻ ചത്തേന്ന് വിളിക്കും പോലെ എന്തൊരു സന്തോഷം അമ്മയെ പൊളിച്ചപ്പോൾ. 10, 200 പേര് കൈനീട്ടം എന്ന് പറഞ്ഞ് മാസം തോറും 5000 രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നാടാണ്. ഇപ്പൊ തന്നെ ഞാനിപ്പോ ഇതിന് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു യുവ സംവിധായകൻ ഒരു ആക്സിഡന്റ് പറ്റി കിടപ്പുണ്ട്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല. അദ്ദേഹത്തിനെ റെപ്രസെന്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു ബന്ധു വിളിച്ചിട്ട് എന്നെ പറഞ്ഞു, ദിനേശ് ചേട്ടാ, കഴിഞ്ഞ 2 മാസമായിട്ട് സാംസ്കാരിക ക്ഷേമനിധിയുടെ പെൻഷൻ വന്നിട്ടില്ല. അവിടെ വിളിച്ചപ്പോൾ ഒരു തണുത്ത പ്രതികരണമാണ്. ഞാൻ പറഞ്ഞ്, എനിക്കും അതിൽ പ്രയാസമുണ്ട്. എന്നെ ഒരുപാട് പേര് വിളിക്കുന്നു. ഞാൻ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്ന 5 വർഷക്കാലം, പി ശിവകുമാർ ചെയർമാനായിരുന്ന 5 വർഷക്കാലം ഒരാളിന് പോലും 1-ാം തീയതിക്ക് പെൻഷൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല. 30-ാം തീയതിക്ക് മുമ്പ് 1-ാം തീയതിയുടെ പെൻഷൻ എത്തുമായിരുന്നു. ഇപ്പൊ നാഥനും ഇല്ല നന്ദനും ഇല്ലാത്ത സ്ഥാപനം. പക്ഷെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ വിചാരിക്കും അതിന്റെ ചെയർമാൻ ആയിരിക്കുന്ന മധുപാലെങ്കിലും വിചാരിക്കും ഈ 5 വർഷം ഡയറക്ടർ ആയിരുന്നുകൊണ്ട് ദിനേശിന് ഈ ചെയർമാൻ സ്ഥാനത്തിൽ എന്തോ മോഹമുണ്ടായിരുന്നു. അല്ലെങ്കിൽ 17 വയസ്സ് മുതൽ കമ്മ്യൂണിസ്റ്റുകാരനായി നടന്ന എനിക്ക് തരാതെ കർണാടക ഗുരുവിന്റെ ആശ്രമത്തിലെ ഡിവോട്ടിയായ, എന്നാൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞ് നടക്കുന്ന മധുപാലിന് ആ സീറ്റ് കിട്ടിയതിൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷെ ഒരു ചെയർമാൻ ആയിരിക്കുന്ന മധുപാലെ, നിങ്ങൾ ഇത്ര നിരുത്തരവാദപരമായി പെരുമാറാം. 2 വർഷം എന്ന് പറഞ്ഞാൽ 2 മാസം എന്ന് പറഞ്ഞാൽ 8,000 രൂപ കിട്ടിയിട്ടില്ല ആളുകൾക്ക്. നിങ്ങൾ ചുവന്ന ചെയർമാൻ എന്നൊക്കെ ഉള്ള ബോർഡും ഒക്കെ വെച്ച് ഇങ്ങനെ കാറിൽ സിനിമാക്കാരുള്ളിടത്തും ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നിടത്തും യുവജനോത്സവം നടക്കുന്നിടത്തും ഒക്കെ കറങ്ങി നടന്നാൽ പോരാ മധുപാലെ. ചെയർമാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ജോലി ചെയ്യണം. നിങ്ങളവിടെ 2 പേരെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തിയേറ്ററുകൾ പരിശോധിക്കാനായിട്ട് ഒരാളിനെയും എറണാകുളം മുതൽ കാസർഗോഡ് വരെ ഒരാളെയും വെച്ചിട്ടുണ്ട്. അവർ കൃത്യമായി തിയേറ്ററുകളിൽ ചെന്ന് പൈസ അടയ്ക്കാത്തവന്മാരെ കൊങ്ങയ്ക്ക് പിടിച്ച് പൈസ തന്നില്ലെങ്കിൽ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയൊക്കെ പൈസ അയച്ചതുകൊണ്ടാണ് 5 വർഷക്കാലം മുടങ്ങാതെ പെൻഷൻ കൊടുത്തത്. അതിലെന്തെങ്കിലും പൈസ വരുന്നത് കുറഞ്ഞാൽ അപ്പോൾ ശിവനായിട്ട് പറയുമായിരുന്നു, ഇവന്റെ ഈ മാസത്തെ ശമ്പളം കൊടുക്കണ്ട. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ പോകുന്ന ശശി ഈ മാസം നന്നായിട്ട് പ്രവർത്തിച്ചില്ല എന്ന് തോന്നുന്നു, ഈ മാസത്തെ പൈസ കൊടുക്കണ്ട. അപ്പൊ അവർക്ക് നല്ല എന്താ പറയാ, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. എന്റെ മധുപാലെ, നിങ്ങൾ കൃത്യമായിട്ട് 1-ാം തീയതി നിങ്ങൾ വേറെ ഒന്നും മലമറിക്കണ്ട. 1-ാം തീയതി ആ 4,000 രൂപ പാവങ്ങൾക്ക്, 60 വയസ്സ് കഴിഞ്ഞ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ബോർഡ് വലിച്ചെറിഞ്ഞിട്ട് പോകണം. എന്തിനീ ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത്? ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുണ്ട്, ഇതൊന്നും അറിയുന്നില്ല അദ്ദേഹം. അദ്ദേഹം വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കണം. ആന ചെയ്യും, പൂന ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഒരു ചുക്കും അങ്ങനെ കൊണ്ട് ചെയ്യാനും കഴിയില്ല. ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് അദ്ദേഹം അറിയുന്നില്ല. ഞാനൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. 100 150 കോടി രൂപ കൊടുത്ത് കിഫ്ബിന്ന് കൊടുത്തിട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോപ്പെടുത്തിയിട്ടിരിക്കുന്ന പാടിനെ കുറിച്ച് ഞാനൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന്റെ വിവരങ്ങളെല്ലാം എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഷാജി എൻ കരുൺ എന്ന് പറഞ്ഞ മഹാൻ KSFDCയുടെ ചെയർമാനായിരുന്നുകൊണ്ട് അക്കാഡമി കൊടുക്കുന്ന JC ഡാനിയൽ അവാർഡ് വാങ്ങിച്ച മഹാനെ പറ്റിയും പറയാനുണ്ട് എനിക്ക്. എല്ലാരെ കുറിച്ചും പറയാം, വരട്ടെ, അത് പറയാം. ഇപ്പൊ ഞാൻ പറയാൻ വന്നത്, അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ പൊളിക്കാനുള്ള എല്ലാ കളികളും കളിച്ചു. ഈ 5-6 എണ്ണം
പിന്നെ ഇവരൊക്കെ മതിയെന്നോ, നല്ല പോയിസണുകളാണെങ്കിൽ അത്രയും മതിയല്ലോ. നഞ്ചെന്തിന് നാന്താഴി എന്നല്ലേ ചോദിക്കാറ്. സുരേഷ് ഗോപി മുൻകൈ എടുത്ത് ഒരുപാട് കാലം അതിൽ നിന്ന് പിണങ്ങി നിന്ന സുരേഷ് ഗോപി പറയുന്നത്, അമ്മ എന്ന് പറഞ്ഞ സംഘടന അങ്ങനെ ഞാൻ മാറി നിന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ പൊളിച്ചു കളയാനുള്ളതല്ല. അദ്ദേഹം മുൻകൈ എടുത്ത് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു സംഗമം, കുടുംബ സംഗമം നടത്തി മെനങ്ങാന്നായിട്ട്. ആ സംഗമത്തിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ഒരു ഒന്നൊന്നര പ്രസംഗമെന്ന് ഞാൻ പറയും. ഒന്നാമത് അദ്ദേഹം അല്പം കയറ്റി അടിക്കുന്ന ആളാണ്. പക്ഷെ അതാണ് നല്ലതെന്ന് ഞാൻ പറയും. കാരണം അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാണ് ആൾക്ക് ഇഷ്ടപ്പെടുന്നത്. ആ പ്രസംഗം അവസാനിപ്പിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ അതിന്റെ ഓഡിയോ ഇടാം. അമ്മയുടെയൊക്കെ ജനറൽ ബോഡിയൊക്കെ ഇപ്പം സ്പോൺസേർഡ് പ്രോഗ്രാം ആയതുകൊണ്ട് ആർക്കും വീഡിയോ ഒന്നും അധികം പേർക്ക് എടുക്കാൻ പറ്റില്ല. കൈബലമുള്ളവൻ കാര്യക്കാരനല്ല. അതിൽ സുരേഷ് ഗോപി പറഞ്ഞത്, നമ്മുടെ സംഘടനയ്ക്ക് അമ്മ എന്ന പേര് നൽകിയത് സ്വർഗീയനായ മുരളിയാണ്. നമ്മുടെയൊക്കെ മുരളിച്ചേട്ടൻ. അതങ്ങനെ തന്നെ ഉച്ചരിക്കണം. പുറത്തു നിന്നുള്ള മുതലാളിമാർ പറയുന്നത് അനുസരിക്കില്ല. അർത്ഥശങ്കയ്ക്കിടയില്ല അദ്ദേഹം പറഞ്ഞു. ഒരു മമ്മൂട്ടിക്കോ ഒരു മോഹൻലാലിനോ പറയാൻ കഴിയും. അത് സുരേഷ് ഗോപിക്ക് പറയാൻ കഴിയും. എ കുത്ത്, എം കുത്ത്, എം കുത്ത്, എ കുത്ത് എന്നാണല്ലോ ഇവിടെ എ എം 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 എന്ന് പറഞ്ഞ് ചില കുതിരകൾ ഇരുന്ന് പറയണേ. അദ്ദേഹം പറയാണ്, അങ്ങനെ എ കുത്ത്, എം കുത്ത്, എം കുത്ത്, എ കുത്ത് എന്നൊക്കെ പേര് അവന്മാരുടെയൊക്കെ വീട്ടിൽ കൊണ്ട് വച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവളുമാരെന്ന് പറഞ്ഞില്ല, അദ്ദേഹം അവന്മാരെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ അവളുമാരെന്ന് പറയണമായിരുന്നു. ഞങ്ങൾക്ക് അമ്മയാണ് ഈ സംഘടന. 6 മാസം മുമ്പ് നമ്മുടെയൊക്കെ ഹൃദയം കൊണ്ട് വോട്ട് ചാർത്തിയ സംഘം ഇവിടെ നിന്നും വെറും വാക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ആ സംഘം ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കണം. വീഴ്ചയിൽ നിന്ന് തിരിച്ചു വന്ന് മറുപടി നൽകണം. ഇത് എൻ്റെ അപേക്ഷയല്ല, ആജ്ഞയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും ആജ്ഞയായിട്ട് തന്നെ എടുക്കണമെന്ന് ഞാൻ പറയും. ആ സംഘടനയെ വീണ്ടും ആ കമ്മിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ സിദ്ദിഖിനെയോ ഇടവേള ബാബുവിനെയോ ബാബുരാജിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട്, മുകേഷിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ ചെയ്യാലോ. മുകേഷ് പക്ഷേ ആ കമ്മിറ്റിയിലൊക്കെ ഈ കുടുംബസംഗമത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു അടൂർ ഗോപാലകൃഷ്ണ സാറും മരിച്ചുപോയ എം ടി സാറും ഒഴിച്ച് ബാക്കി എല്ലാവരും ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്ത ഒരു സ്ത്രീ ഇപ്പൊ പറയാണ് ഞാൻ കേസ് പിൻവലിക്കുന്നു. കാരണം അവരെ പേരിൽ അവരെ ബന്ധു ഒരു പോക്സോ കേസ് കൊടുത്തതുകൊണ്ട്. പിന്നെ ഇപ്പൊ എവിടെയെന്ന് പോലും അറിഞ്ഞുണ്ടോ? മറ്റേത് എല്ലാ യൂട്യൂബർമാരും കോലും പിടിച്ച് രാവിലെ ചെല്ലുമല്ലോ, ചേച്ചി പറ ഇന്ന് ആരൊക്കെ ബലാത്സംഗം ചെയ്ത് 8 പേര്, നാളെ ആരൊക്കെ ബലാത്സംഗം ചെയ്ത് 16 പേര് എന്ന് പറഞ്ഞു ഒരുത്തി ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇപ്പൊ എവിടെ പോയെന്ന് എനിക്കറിയില്ല. എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞ ആ അഭിപ്രായത്തിന് ഒരു നല്ല സല്യൂട്ട് നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരും അദ്ദേഹത്തിന് അഭിനന്ദനം അറിയിക്കണം എന്ന് ഞാൻ പറയും. കാരണം എനിക്കൊരു സംഘടനയുമായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിയുമായിട്ട് വിയോജിപ്പുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങിപ്പോവാന്നേ, രാജിവെച്ച് പോവാം. പിന്നെ അതിനെ ചൊറിയാൻ നടക്കരുത്. ഇത് രാജിവെച്ച് പോയതും പുറത്താക്കിയതും എല്ലാം കൂടെ പുറത്തിരുന്നും കൊണ്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള അല്ലെങ്കിൽ അമ്മയിലെയും ഫെഫ്കയിലെയും തലമുതിർന്ന നേതാക്കളെ പറയുന്ന ഊള എന്നാണ്. അതിന് കൈയടിച്ച മഹതികളുണ്ട്. വീഡിയോ നിങ്ങൾ തപ്പി നോക്കും. ഒരു അവളെന്താ പെണ്ണ് നിന്നുകൊണ്ട് പറയാണ് ഊളാന്ന്. അവന്മാരെ ഈ ഊളകളെ ഞാൻ അംഗീകരിക്കില്ല. ഇവളെ ആരെങ്കിലും വിളിച്ചോ ഫെഫ്കയിൽ വന്ന് അംഗത്തോടെന്ന്? ഇങ്ങനത്തെ വഷളം വർത്തമാനങ്ങൾ പറയുന്ന 4-5 എണ്ണം ചേർന്ന് ഭീഷണിപ്പെടുത്തിയാൽ അമ്മയിലുള്ളവർ ആ ഭീഷണിയെ പോടി പുല്ലേ എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കാത്തതാണ് പ്രശ്നമെന്ന് ഞാൻ പറയും. എന്തായാലും സുരേഷ് ഗോപിയുടെ ആർജവത്തിന് ഒരു നല്ല നമസ്കാരം. ഈ അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ്, നമ്മുടെയൊക്കെ മുരളിച്ചേട്ടൻ. അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത്. പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല. ഈ എ കുത്ത്, എം കുത്ത്, എം കുത്ത്, എ കുത്ത് അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി. ഞങ്ങൾക്ക് അമ്മയാണ്. നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്ന വിഷയം പുതിയ തലമുറയിലെ ആർട്ടിസ്റ്റുകളിൽ ആർട്ടിസ്റ്റുകൾ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത് ആരോടാണ്? അല്ലെങ്കിൽ അവരുടെ അഭിനയ റേഞ്ചിനെ കുറിച്ചൊക്കെ അംഗീകരിക്കുന്ന ആരെയാണ് എന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും അത് പാർവതിയാണ്. പാർവതി തിരുവോരത്ത്.
അതോ തെരുവോരത്തോ അങ്ങനെ എന്തോ ആണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ നടിയെ. ഇപ്പൊ തന്നെ 'ഉള്ളൊഴുക്ക്' എന്ന് പറഞ്ഞ സിനിമ ഞാൻ 3 പ്രാവശ്യം കണ്ടു. ഞാനും സിന്ധുവും കൂടെ 2 പ്രാവശ്യം കണ്ടു. ഞാനും മോനും കൂടെ 3 പ്രാവശ്യം കണ്ടു. എനിക്ക് വളരെ ബഹുമാനമുള്ള നടിയാണ്. നടി എന്നുള്ള നിലയ്ക്ക് മാത്രം. നമ്മൾ യേശുദാസിനെ പറയും പോലെയാണ്. അദ്ദേഹത്തിന്റെ പാട്ട് മാത്രമേ കേൾക്കാൻ കൊള്ളാവൂ. വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് യോജിപ്പില്ല എന്ന് പറയുന്നത് പോലെ, ഇനിയിപ്പോ അതിന്റെ താഴെ വന്ന് എഴുതും. നിന്റെ യോജിപ്പാക്കുവാണോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ തന്നെ എം.ടി. വാസുദേവൻ നായരുടെ ഭാര്യ സരസ്വതി ടീച്ചറെ തെറി പറഞ്ഞുകൊണ്ട് ആ രാജൻ ജോസഫ് എന്ന് പറഞ്ഞ ആള്, ഇനി അവനെ ഞാൻ സുഹൃത്തെന്ന് പറയുന്നില്ല. അനിയനൊന്നും പറയണ്ട. അവൻ എന്നെ ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. ചേട്ടാന്ന് വിളിച്ചിട്ട് തള്ളയ്ക്ക് വിളിക്കും. അതാണ് പ്രശ്നം. അവൻ ഒരു എപ്പിസോഡ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിന്റെ താഴെ വന്ന് ആരൊക്കെയോ എന്നെ മോശം വർത്തമാനം പറഞ്ഞിരിക്കുന്നതൊക്കെ എടുത്തിട്ട് ആഘോഷിക്കുന്നു അയാൾ. ഞാൻ പിന്നെ ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് വായിക്കാത്തതുകൊണ്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇയാളുടെ പ്രോഗ്രാം ഒരാൾ അയച്ചു തന്ന് വായിക്കുമ്പോഴാണ്, അനിൽ ഗണേഷ് എന്ന് പറഞ്ഞ എഡിറ്റർ അയച്ചു തന്നപ്പോഴാണ് ഞാൻ വായിക്കുന്നത്. മൊത്തം കള്ളാ പറഞ്ഞിരിക്കുന്നത് അവൻ. പക്ഷെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി മുഴുവൻ എന്റെ ചാനലിൽ വന്ന് ആളുകൾ കമന്റ് ഇട്ട് തന്നെയാണ് എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് പോട്ടെ. പക്ഷേ ഞാൻ പറയാൻ വന്നത്, പുതിയ പത്രപ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ, ഇവിടെ ചങ്കിത്തറയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് അതിന്റെ മറുപടി വാങ്ങിച്ച ഒരുപാട് പേരുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നു. പക്ഷേ ഇപ്പോഴത്തെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ സുഖിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. സുഖിപ്പിച്ച ചോദ്യങ്ങൾ ചോദിക്കുക. അതിലൊരാളാണ് സജിൽ ശ്രീധർ എന്ന് ഞാൻ പറയും. സജിൽ മംഗളത്തിലൊക്കെ ഇരുന്ന ആളാണ്. പക്ഷേ സജിൽ ശ്രീധർ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാനായിട്ട് ഒരു ഒരു അവതാരകനായിട്ടിരുന്നാൽ, മറുവശത്തിരിക്കുന്ന ഒരു സിനിമാക്കാരോടും അവർ കാണിക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് ചോദിക്കുകയേയില്ല. സുഖിപ്പിച്ച ചോദ്യങ്ങളെ ചോദിക്കും. എന്നിട്ട് അവര് പുരുഷന്മാരെ അടക്കം തെറി വിളിച്ചാലും ഇയാൾ സജിൽ ശ്രീധർ ചിരിച്ചോണ്ട് കേട്ടോണ്ടിരിക്കും. അത് സജിൽ ശ്രീധർ മാത്രമല്ല, ഇപ്പൊ ഭാനുപ്രകാശ് എന്ന് പറഞ്ഞ ആളുണ്ട്. എന്റെ വളരെ അടുപ്പമുള്ള ആളാണ് കോഴിക്കോട്ട്. ഈ മോഹൻലാലിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുമല്ലോ, മോഹൻലാലിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഇപ്പൊ ഭാനുപ്രകാശ് മാത്രം. മോഹൻലാലിന്റെ കൂടെ ഹോട്ടലിൽ താമസിക്കാം, മോഹൻലാലിന്റെ കാറിലൂടെ യാത്ര ചെയ്യാം, മോഹൻലാലിന്റെ സെറ്റിൽ ജീവിക്കാം. മോഹൻലാലിനെ സുഖിപ്പിക്കുന്ന ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് എത്രയോ പുസ്തകം എഴുതിയിട്ടുണ്ട്. എല്ലാ പുസ്തകവും എൻ്റെ കയ്യിലുണ്ട്. ഭാനുപ്രകാശും ഈ സുഖിപ്പിക്കൽ ഫാൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുടെ തലത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. എന്താണ് ഇവരൊക്കെ ഇങ്ങനെ ആയിപ്പോയി? കേസരി ജനിച്ച നാട്ടിൽ, അല്ലെങ്കിൽ ധീരനായ കെ ബാലകൃഷ്ണൻ ജീവിച്ച നാട്ടിൽ, എന്താ പറയാ, കഴിഞ്ഞ ആഴ്ച മരിച്ച എസ് ജയചന്ദ്രൻ നായർ ജീവിച്ച നാട്ടിൽ സുഖിപ്പിക്കൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് പത്രപ്രവർത്തനം ധരിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരോട് എനിക്കെന്തോ അതൊരു ബഹുമാനമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ സജിൽ ശ്രീധർ നമ്മുടെ നടി പാർവതിയെ ഒരു അഭിമുഖം നടത്തിയത് കാണാനിടയായി. ഒരു വലിയ അഭിമുഖമാണ്. അതിലെ പ്രസക്ത ഭാഗങ്ങൾ എടുത്ത് എനിക്ക് പറയാനുള്ള അതിന്റെ മറുപടിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. AMMA എന്ന് മാത്രമേ ആ സംഘടനയെ വിളിക്കാൻ കഴിയൂ. അമ്മ എന്ന് ആ സംഘടനയെ വിളിക്കാൻ കഴിയില്ല. അതിനാണ് സുരേഷ് ഗോപി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മറുപടി പറഞ്ഞത്. ഒരുപാട് പ്രതീക്ഷകളോടെയാണത്രേ നടീനടന്മാരുടെ സംഘടനയിൽ അംഗത്വമെടുത്തത്. ആർട്ടിസ്റ്റുകളുടെ അടിസ്ഥാന പ്രശ്നം പോലും അവർ ചർച്ച ചെയ്യാൻ താല്പര്യം കാണിക്കാറില്ല അത്രേ. പരാതി പറയാനായി ചെല്ലുമ്പോൾ ഇതൊരു കുടുംബം പോലെയാണെന്നും ഓണമൊക്കെ ആഘോഷിച്ചു പോകാമെന്നും പറയും അത്രേ. 100% കള്ളമാണ് പാർവതി പറയുന്നത്. അമ്മ എന്ന് പറഞ്ഞ സംഘടന രൂപീകൃതമായി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ 30 വർഷം താവാൻ പോവുകയാണ്. ഇപ്പോഴാണ് അവരൊരു കുടുംബസംഗമം നടത്തുന്നത്. അവരുടെ ജനറൽ ബോഡി, വർഷം തോറും നടക്കുന്ന ജനറൽ ബോഡിയിൽ ഓണാഘോഷമൊന്നും അല്ല അവർ നടത്തുന്നത്. അവിടെ വന്ന് ബേഷ കയറ്റിക്കൊണ്ട് പോകാമെന്നും പറയാറില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒരു ട്രേഡ് യൂണിയൻ അല്ല, ഫെഫ്കോ പോലെ അല്ല. അതൊരു ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ്. അതിന്റെ വ്യത്യാസം, ട്രേഡ് യൂണിയന്റെയും സാംസ്കാരിക സംഘടനയുടെയും വ്യത്യാസം പാർവതിക്ക് അറിയില്ല എന്നുള്ളതാണ് ഈ ഉത്തരത്തിന്റെ കുഴപ്പം. അപ്പോൾ ആർട്ടിസ്റ്റുകളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം അമ്മ വന്ന ശേഷം പരിഹൃതമായിട്ടുണ്ട്. ശമ്പള കുടിശ്ശിക ഉണ്ടെങ്കിൽ കൃത്യമായി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവരുടെ ചാരിറ്റി, അസുഖം വന്നാലോ മരിച്ചാലോ ഒക്കെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടെന്ന് ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത ശ്രീനിവാസൻ തന്നെ പറഞ്ഞു. ഞാൻ മരണവുമായി മല്ലിട്ട് ആശുപത്രി കിടക്കുമ്പോൾ എൻ്റെ ട്രീറ്റ്മെന്റിന് അമ്മ നൽകിയ ഇൻഷുറൻസ് തുകയാണ് ഗുണം ചെയ്തത് എന്ന് മിനിങ്ങാന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മനസ്സിലാവുന്ന ഭാഷയിൽ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാർവതി പറയുന്നത്, പരാതിയായിട്ട് ചെന്നാൽ പറയുന്നു ഓണത്തിന് ഉണ്ടോണ്ട് പോകുന്നു. എന്താ ആഹാരം കാണാൻ നടക്കുന്ന സോമാലിയിലാണോ പാർവതി ജീവിക്കുന്നത്? സ്ത്രീകൾക്ക് സിനിമാ സെറ്റുകളിൽ സൗകര്യം വേണമെന്ന് താൻ ആവശ്യപ്പെട്ടപ്പോൾ അവഗണിച്ചത്രേ. സിനിമാ സെറ്റിലെ മുഴുവൻ സ്ത്രീകളുടെയും ചുമതല ഏറ്റെടുക്കാൻ പാർവതി ആരാ? പാർവതിയുടെ കാര്യം പറഞ്ഞ പറ്റും. തനിക്ക് കാരവൻ തരുന്നുണ്ടല്ലോ. സ്ത്രീകളുടെ സിനിമാ രംഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ടെക്നീഷ്യൻസ് അസോസിയേഷൻ ഉണ്ട്, ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷൻ ഉണ്ട്.
പാർവതിയോട് പറയാം, പാർവതി ഈ പാർവതിക്കൊരു കുഴപ്പമുണ്ട്. ഇവിടെ ചിലരുണ്ട് മലയാള സിനിമയിൽ, ഞാൻ ചില പേര് പറയാത്ത ചില ആളുകളില്ല. അവരെ പോലെ ഈ ഞാൻ എന്ന് പറയും. ഈ ഞാൻ ആര് പാർവതി? നിങ്ങൾ നല്ല അഭിനേത്രിയാണ്. നിങ്ങൾ കുറച്ച് നല്ല സിനിമകൾ, നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ആരാ ഈ ഞാൻ? നിങ്ങൾ ആവശ്യപ്പെട്ടോണ്ടാണത്രേ ഈ സ്ത്രീകൾക്കെല്ലാം സൗകര്യം കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്രേ. ആരാ നിങ്ങൾ ആവശ്യപ്പെടാൻ? നിങ്ങളുടെ കാരവാനിൽ സൗകര്യം കൊടുക്കണം. ഏതെങ്കിലും നടിമാര് അമ്മയുടെ അമ്മൂമ്മയുടെ ഒക്കെ പ്രായമുള്ളവർ വന്നാ കേറി പെടുത്തിട്ട് പോ അമ്മ എന്ന് പറയണ്ടേ? പുള്ളിക്ക് പറയില്ല. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. സീനിയർ നടന്മാർക്കും പ്രശ്നമായപ്പോഴാണ് അത്രേ ടോയ്ലറ്റ് സൗകര്യം നിർമ്മാതാക്കൾ ഉറപ്പാക്കിയത്. കാരണം വളരെ വയസ്സായ വന്ധ്യവയോധികരായ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കാൻ വരുന്ന ആണുങ്ങൾക്ക് പ്രശ്നമായപ്പോഴാണെന്ന്. എന്നാൽ ആണുങ്ങൾ ഇനി മൂത്രം ഒഴിക്കുന്നത് കാരവാനിൽ മതിയെന്ന് നിർമ്മാതാക്കൾ തീരുമാനിച്ചു. ഇത് ഇത് കാണുന്നവർ വിശ്വസിക്കും എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. ഇവർ പറയുന്നതാണ് ശരി. ഈ പ്രൊഡ്യൂസർമാരും ഷെഫ്കയും ഒന്നും ശരിയല്ല എന്ന് തോന്നുന്നു. ചുമ്മാ അടിച്ചു വിടുകയാണ് വെറുതെ. ഒരു സത്യസന്ധമായ ഒരു കാര്യമല്ല ഈ കുട്ടി പറയുന്നത്. ഇക്കാര്യം പറഞ്ഞ കാരണം തന്നെ ബാത്റൂം പാർവതി എന്ന് വിളിക്കുന്നു. താനത് കാര്യമാക്കുന്നില്ല അത്രേ. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പാർവതി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് പാർവതിയെ ബാത്റൂം പാർവതി എന്ന് വിളിക്കൂ. വേണമെങ്കിൽ ഒരു കഥ പറഞ്ഞുതരാം. സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തെന്ന് പറയാം. തിരുവനന്തപുരത്ത് തോട്ടിപ്പണികൾ ചെയ്യുന്ന ആളുകളുണ്ടാണ്. തോട്ടിപ്പണികൾ. ആ തോട്ടിപ്പണി ചെയ്യുന്ന ആളുകൾ മനുഷ്യരാണെന്ന് പോലും അംഗീകരിക്കാത്ത കാലമായിരുന്നു. വീട് വീടാന്തരം ചെന്ന് മലമൂത്ര വിസർജനം കലങ്ങളിൽ ശേഖരിച്ചു വയ്ക്കും. അന്ന് കക്കൂസൊന്നുമില്ല. ഡ്രെയിനേജ് സൗകര്യമൊന്നും വന്നിട്ട് ഈ കലത്തിൽ നിറച്ചു വെച്ചിരിക്കുന്ന വിസർജ്യ വസ്തുക്കൾ തലയിലെടുത്ത് കൊണ്ടുവന്ന് ഒരു വലിയ ടാങ്കിൽ നിറച്ചു തള്ളിക്കൊണ്ട് എവിടെ കൊണ്ട് ഒഴുക്കും. വള്ളക്കടവിലോ അങ്ങനെ സ്ഥലത്ത്. അങ്ങനെ ഈ വീടുകളിൽ വന്ന് മലവിസർജനം എടുത്തുകൊണ്ട് പോകുന്ന പാവങ്ങളെ കണ്ടപ്പോൾ ഗാന്ധിജിയിൽ ആകൃഷ്ടനായി രാഷ്ട്രീയത്തിലേക്ക് വന്ന രാമകൃഷ്ണപിള്ള എന്ന് പറഞ്ഞൊരു പ്രശസ്തരായ മനുഷ്യൻ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തെ അറിഞ്ഞത് ജുബ്ബ രാമകൃഷ്ണപിള്ളയാണ്. രാമകൃഷ്ണപിള്ള സാറിന് തോന്നി ഈ അസംഘടിതരായ തോട്ടിപ്പണിക്കാരെ സംഘടിപ്പിക്കണം. അദ്ദേഹം തോട്ടിപ്പണിക്കാരെ സംഘടിപ്പിച്ചപ്പോൾ അവർക്ക് കൃത്യമായ ശമ്പളം, ദേഹത്ത് തേക്കാൻ നല്ലെണ്ണ, ലൈബോയ് സോപ്പ്, ടവല് അടക്കം എല്ലാം കൊടുക്കേണ്ടി വന്നു സർക്കാർ. അങ്ങനെ തോട്ടികളുടെ നേതാവായി മാറി രാമകൃഷ്ണപിള്ള സാർ. അതിന് ജഗതിച്ചേട്ടൻ പറയുന്ന ഒരു കഥ. ഇപ്പൊ രാമകൃഷ്ണപിള്ള സാറിന്റെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരാളിന്റെ വീട് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം വീട് പറഞ്ഞു കൊടുക്കുന്ന ആൾ ചോദിക്കും, നിങ്ങൾ പറയുന്ന തോട്ടി രാമകൃഷ്ണപിള്ളയുടെ വീടോ? അതായത് തോട്ടികളെ സംഘടിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ഇവിടുത്തെ സവർണ മേധാവിത്വം വിളിച്ചത് തോട്ടി രാമകൃഷ്ണപിള്ളയെന്ന്. ഇപ്പൊ പാർവതി പറയുന്നു, നടിമാർക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് എന്നെ ബാത്റൂം പാർവതി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഒരാൾ വിളിക്കുന്നത് ഞാൻ കേട്ടില്ല. വെറുതെ പറയുന്നതാണ്. ഞാൻ പറയുന്നത് തന്നെത്താനെ പേരുണ്ടാക്കുന്നതാണ്. എന്നെ ബാത്റൂം പാർവതി എന്നാണ് വിളിക്കുന്നതെന്ന് പറയുന്ന പൊങ്ങച്ചം അടിക്കുകയാണെന്നേ ഞാൻ പറയും. അല്ലെങ്കിൽ അവർ പറയട്ടെ ആര് വിളിച്ചു. സംഘടനയുടെ പല നിലപാടുകളും അംഗീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ താൻ അതിൽ നിന്നും രാജിവെച്ചത്രേ. അതിൽ കുറേ പേര് രാജിവെച്ചു. പക്ഷെ താൻ എൻ്റെ കാര്യം മാത്രമേ പറയൂ. WCCയിൽ പോയ 6-7 എണ്ണം രാജിവെച്ചല്ലോ. പക്ഷെ താൻ രാജിവെച്ചത്രേ. വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് ഈ വാചകമൊക്കെ അടിച്ചത്. വയനാട്ടിലാവുമ്പോൾ ആളുകൾ വിശ്വസിക്കും, പാവങ്ങളല്ലേ, അത്രയും ദൂരെ ഇതെന്താണ് നടക്കുന്നത് എറണാകുളത്തൊന്നും അറിയില്ലല്ലോ. അല്ലെങ്കിൽ ഇവരൊക്കെ സിനിമ സിറ്റി കാണിക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് വയനാട് ഫെസ്റ്റിവലിലൊക്കെ പോയി, ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലൊക്കെ പോയി ഇങ്ങനെയൊക്കെ വാചകം അടിക്കാം. പിന്നെ അവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കാത്ത നന്നായി എന്നും പറയും. പാർവതി ഇംഗ്ലീഷിലാണ് അവിടുത്തെ ആദിവാസി സമൂഹത്തിന്റെ മുന്നിൽ സംസാരിച്ചെങ്കിൽ പെട്ടുപോയന സംഘാടകർ. മലയാള സിനിമയിൽ നിലപാടുകൾ മാറ്റുക എന്നത് പൊതുവെ കണ്ടുവരുന്ന പ്രതിഭാസം. അതിൽ സ്ത്രീ പുരുഷ ഭേദമില്ല. നിലപാടുകൾ ഒരിക്കലും ഇരുമ്പൊലൊക്കെ അല്ല പാർവതി. ചിലപ്പോൾ നിലപാടുകളൊക്കെ മാറ്റേണ്ടി വരും. ഇപ്പൊ സുരേഷ് ഗോപി അമ്മയിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയി. അദ്ദേഹത്തെ ഒരു ഫൈൻ അടിച്ച ഒരു പ്രശ്നത്തിൽ ജഗദീഷ് കുമാർ അടക്കം സ്ട്രിക്റ്റ് ആയിട്ടും സുരേഷിൻ്റെ നിന്ന് ഫൈൻ വാങ്ങണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ സുരേഷ് ഗോപി ഇറങ്ങിപ്പോയി. എത്രയോ വർഷം അവരെല്ലാം ക്ഷണിച്ചിട്ടും കൂടെ പോയി. ഇന്നസെന്റ് ഒക്കെ പഠിച്ച പണിമാരുടെ നോക്കിയിട്ട് പോയില്ല. അദ്ദേഹം ഇപ്പൊ തിരിച്ച് നിലപാട് മാറ്റി അമ്മയിൽ വന്നു. അപ്പൊ നിലപാടുകൾ ഒരിക്കലും കോൺക്രീറ്റോ ഇരുമ്പൊലൊക്കെ ഒന്നും അല്ല. മേക്കപ്പ് പോലെ യഥേഷ്ടം കഴുകിക്കളയാവുന്ന ഒന്നാണ് നിലപാടുകളെന്ന് കരുതുന്നവരെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല എന്ന് പാർവതി പറയുന്നു. പാർവതിക്ക് നിലപാടൊന്നും ഒരു പ്രശ്നമൊന്നുമല്ലെന്ന്. മേക്കപ്പ് പോലെ കഴിവെന്നും ഞാൻ പറയുന്നു. സ്ത്രീകൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പരാതിപ്പെട്ടാൽ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽപ്പെട്ട ചിലർ കൂടെയുള്ളവരെ കൂടി തെറ്റിദ്ധരിപ്പിക്കും. ഇവൾ പറയുന്നത് പോലെ ചെയ്താൽ നമ്മൾ ആണുങ്ങൾക്കുള്ള അവകാശങ്ങൾ നഷ്ടമാവും എന്ന് പറയും. ഏത് അവകാശം ചോദിച്ചപ്പോഴാണ് ആണുങ്ങളുടെ കൂടി അവകാശം നഷ്ടപ്പെടും എന്ന്
ഈ പറയുന്ന എന്താ പറയുക പുരുഷ കേന്ദ്രീകൃത ആൾക്കാർ. പാർവതിക്ക് അച്ഛനും സഹോദരനും ഒക്കെ ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ ഈ സുഗതകുമാരി ടീച്ചറിനെക്കാളും വിരോധ ആണുങ്ങളുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. മേക്കപ്പ് ചെയ്യാൻ സ്ത്രീകൾ വരുന്നതിനെ പുരുഷന്മാർ എതിർക്കുന്നു. അതുകൊണ്ട് അത് കണ്ട് ഞാൻ അന്തം വിട്ടത്. അവർ എന്താ പറയാ, അവർ വേണമെങ്കിൽ ഹെയർ ഡ്രസ്സിംഗ് ചെയ്യട്ടെ എന്നാണ് പുരുഷ മേക്കമ്മമാർ പറയുന്നത്. പെണ്ണ് വന്നാൽ പുരുഷ മേധാവിത്വം അവസാനിക്കും എന്ന ഭയമാണത്രേ. ഞങ്ങൾ പുരുഷന്മാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ധാർഷ്ട്യവും ഔദത്യവുമാണ് അവരെ നയിക്കുന്നത്. പാർവതി ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? നിങ്ങളുടെ മേക്കപ്പ് മാനെ പറഞ്ഞു വിട്ടിട്ട് ആദ്യം ഒരു മേക്കപ്പ് വുമണിനെ വയ്ക്കുക. നിങ്ങൾ പുരുഷനെ വച്ചിട്ട് ബാക്കിയുള്ള ഒരു സ്ത്രീ മേക്കപ്പ് വുമണുകളെ വയ്ക്കണമെന്ന് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ അത് ന്യായമുണ്ടോ? നിങ്ങളൊരു പെണ്ണല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, പുരുഷനെ മേക്കപ്പ് മാനായിട്ട് വെക്കേണ്ടെന്നേ, നിങ്ങളൊരു മേക്കപ്പ് വുമണിനെ വയ്ക്കുക. ആ മേക്കപ്പ് വുമൺ നിങ്ങൾക്ക് ചെയ്യട്ടെ മേക്കപ്പ്. പിന്നെ ഹെയർ ഡ്രസ്സിങ് എന്താ പെണ്ണുങ്ങൾക്ക് മാത്രം കുത്തകയാണ്? ആണുങ്ങൾ ഹെയർ ഡ്രസ്സ് ചെയ്താൽ നന്നാവില്ല. ഇവിടെ കൊല്ലത്തൊരു അമ്പലത്തിൽ ആണുങ്ങൾ പെൺവേഷം കെട്ടുന്ന ഒരു അമ്പലം ഉണ്ടല്ലോ, അവിടെ ആണുങ്ങളല്ലേ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഹെയർ സ്റ്റൈലും പെണ്ണുങ്ങളുടെ കുത്തകയൊന്നുമില്ല. ആരും ആരുടെയും കുത്തകയല്ലെന്നേ. പാർവതി ആദ്യം ഒരു കാര്യം ചെയ്യും, സ്വന്തം മേക്കപ്പ് മാനെ പറഞ്ഞു വിട്ടിട്ട് നല്ലൊരു പെൺകുട്ടിയെ വയ്ക്കും. അതുപോലെ WCC-യിൽ അഭിനയിക്കാൻ വേണം. പിന്നെ ഇനി രണ്ടെണ്ണം ഉണ്ടോ? ഇനി 2 കൂടിയേറ്റേ ഉള്ളൂ. അവരുടെയും പറ പേഴ്സണൽ മേക്കപ്പ് മാൻ എന്ന് പറയുന്നത് മേക്കപ്പ് വുമൺ ആക്കണമെന്ന് പറ. അങ്ങനെയാണ് ആദ്യം മാതൃക കാണിക്കാൻ. പല പുരുഷന്മാരും നാർസിസ്റ്റുകളാണ്. ചിലർ പുരുഷ മേധാവിത്വം ആസ്വദിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യും. സ്ത്രീ മേധാവിത്വം ആസ്വദിക്കുന്ന പോലെ പുരുഷന്റെ മേധാവിത്വം ഇത് ചെയ്തൂടെ? അവരതിൽ ആസ്വദിക്കട്ടെ. നിങ്ങൾക്ക് മാത്രം ആസ്വദിക്കാവുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ഈ പുരുഷന്മാരെ പോലെ തലമുടിയൊക്കെ വെട്ടി എന്താ പറയാ, അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങൾക്ക് നടക്കാമെങ്കിൽ പുരുഷന്മാരുടെ കേന്ദ്രീകൃതമായ കാര്യങ്ങളിൽ ആസ്വദിക്കട്ടെ. എന്താണെന്ന് അറിയില്ല. പാർവതിക്ക് ആണെന്ന് പറഞ്ഞ പ്രശ്നം. അത് ചിലപ്പോൾ ഒരു നല്ല ആരെങ്കിലും ഒരു കൺസൾട്ടിങ് നടത്തിയാൽ മാറാൻ സാധ്യതയുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന പല നടന്മാരുടെയും സംവിധായകരുടെയും വിഗ്രഹങ്ങൾ നമുക്ക് മുന്നിൽ ഉടയുന്നത് കാണുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് വിഷമമുണ്ട്. ആര് പറഞ്ഞു? സജിൽ ശ്രീധർ പറഞ്ഞു. പുരുഷന്മാരായ സംവിധായകരുടെയും പുരുഷന്മാരായ നടന്മാരുടെയൊക്കെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു എന്ന് സജിൽ ശ്രീധർ പറഞ്ഞു. നിങ്ങൾ പറയാണ് ഞാനും നിങ്ങളെപ്പോലെ ചെറുപ്പം മുതലേ കണ്ടു വളർന്നു. സജിൽ ശ്രീധർ അതിനൊന്നും മറുപടി പറയുന്നില്ല. ആരെയും മോശക്കാരാക്കണമെന്നോ ചീത്തയായി ചിത്രീകരിക്കണമെന്നോ എനിക്ക് ഉദ്ദേശമില്ല. എല്ലാവരും ഹാപ്പിയായി സുരക്ഷിത ബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലിടമാണ് എൻ്റെ സ്വപ്നം. നിർഭാഗ്യവശാൽ പലരും ആഗ്രഹിക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. അവരുടെ സന്തോഷങ്ങൾക്ക് നമ്മൾ നിന്നു കൊടുക്കണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അത് നമ്മുടെ കൂടെ സന്തോഷമാണോ സങ്കടമാണോ എന്ന് അവർ ചിന്തിക്കുന്നില്ല. എതിർഭാഗത്ത് നിൽക്കുന്നവരുടെ വികാരങ്ങളെ അവർ തീരെ പരിഗണിക്കുന്നില്ല. ഇവിടെ എനിക്ക് പറയാനുള്ളതേ, പാർവതിയും പൃഥ്വിരാജും കൂടെ അഭിനയിച്ച ലക്ഷദ്വീപിലൊരു പടം നടന്നു. കിടക്കാടം വരെ വിറ്റ് ഒരു പെൺ സംവിധായിക ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ആ സിനിമയിൽ അതിലെ നായകനും അതിലെ നായികയും എന്നോട് കാണിക്കുന്ന ഹരാസിങ്, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല സാർ, എൻ്റെ തൊഴിലിടത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഈ 2 പേരോടും എൻ്റെ സിനിമയിൽ മര്യാദയ്ക്ക് വന്ന് ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു തൊഴിലിടത്തെ പ്രശ്നം വെച്ച് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് ഒരു പെൺകുട്ടിയാണ്, സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പരാതിയിലെ പ്രതിഭാഗത്ത് നിൽക്കുന്നത് പാർവതിയും പൃഥ്വിരാജുമാണ്. ആ പാർവതിക്ക് എന്ത് യോഗ്യതയുണ്ട് പാർവതി ഇങ്ങനെയൊക്കെ പറയാൻ? നിങ്ങൾ അതിന് മറുപടി പറ. അവരെ 14 കോടി രൂപ എന്തോ പോയി ആ സ്ത്രീയുടെ, അവരെവിടെയെന്ന് പോലും അറിയില്ല. ആ പെൺകുട്ടി കോസ്റ്റ്യൂമർ ആയിരുന്ന ഒരു പെൺകുട്ടി, വസ്ത്രാലങ്കാരകയായിരുന്ന ഒരു പെൺകുട്ടി. അവൾ ആകെ ചെയ്തൊരു ദ്രോഹം തിരക്കഥ എഴുതി സംവിധാനിച്ചത്. ആ ലക്ഷദ്വീപിലെ ഷൂട്ടിംഗ് സ്ഥലത്ത് നിങ്ങൾ 2 പേരും കൂടി അവളെ വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് സംസ്ഥാന മുഖ്യമന്ത്രിക്ക്, ഞാനിത് കള്ളം പറയല്ലോ, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്, ഞാൻ പൈസ മുടക്കി എടുക്കുന്ന സിനിമയുടെ സെറ്റിൽ അതിലെ നായകനും നായികയും എന്നെ ഹരാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിടത്ത്, പാർവതി നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ ആരെയും മോശമാക്കണമെന്നോ ചീത്തയായി ചിത്രീകരിക്കണമെന്നോ എനിക്ക് ഉദ്ദേശമില്ല എന്ന് പറഞ്ഞാൽ അതിന് എന്ത് അർത്ഥമുണ്ട് പാർവതി? എല്ലാവരും ഹാപ്പിയായി സുരക്ഷിത ബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലിടമാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നിങ്ങൾ എങ്ങനെ പാർവതി ആ സംവിധായികയെ ഹരാസ് ചെയ്തത്? ആ പടം പൊളിച്ച് കൈ കൊടുത്തില്ലേ? 14 കോടി പോയില്ലേ? ഞാൻ കൂടുതൽ തുറന്ന് ചിരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു സൂപ്പർ നടനുണ്ട്, സൂപ്പർ താരമുണ്ട്. ഞാനത് ചെയ്തില്ലെങ്കിൽ അയാളുടെ സ്ട്രെസ് വർദ്ധിക്കും പോലും. അഭിനേത്രി എന്നതിനപ്പുറം വ്യക്തി എന്ന നിലയിലും അയാൾക്ക് സന്തോഷമുള്ള വിധത്തിൽ ഞാൻ പെരുമാറണമെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നു. ആ ചിരി എനിക്ക് കംഫർട്ടബിൾ ആണോ എന്നത് അയാൾക്കൊരു പ്രശ്നമല്ല. രാവിലെ
50 കിലോ ഭാരം കയറ്റി വല്ല മോന്തയും വലിച്ചേറ്റി വന്നാൽ ഭയങ്കര ബോറായിരിക്കും പാർവതി. ഞാനൊരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സത്യം പറയാണ്, അതിലെ നായകന്റെ സീനുകൾ ആദ്യം എടുത്ത് വിട്ടിരുന്നെങ്കിൽ ഒന്ന് ശ്വാസം നേരെ വിടാമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കും. കാരണം അദ്ദേഹം മസിൽ പിടിച്ച് ആവശ്യമില്ലാതെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു കാരണവും വേണ്ട, വെറുതെ അദ്ദേഹം ഇഷ്യൂസ് ഉണ്ടാക്കി ഓരോരുത്തരുടെയും കയറി കുതിര കയറും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുന്നറിയോ, ഇയാൾ പണ്ടാരടങ്ങാൻ, ഇയാളുടെ സീൻ തീർന്ന് ഇയാളെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ശ്വാസം നേരെ വിട്ട് നിൽക്കാമായിരുന്നു. എന്നാൽ ഞാൻ വർക്ക് ചെയ്ത ഒരു സെറ്റിൽ ഗണേശൻ വന്നിറങ്ങുമ്പോൾ ജെ.സി. സാർ എന്നോട് പറയുമായിരുന്നു, ദിനേശേ, എന്തൊരു പ്ലീസിങ് അല്ലേ ഗണേശൻ വന്നിറങ്ങുമ്പോൾ, ഒരു ഒരു സൂര്യ വെളിച്ചം വരുവാണ്, നമുക്കൊരു എനർജി കിട്ടും ഗണേശനെ കാണും, പോസിറ്റീവ് എനർജി കിട്ടും. ഞാൻ ഗണേശനോട് അത് പറഞ്ഞു. ജെ.സി. സാർ അങ്ങനെ പറഞ്ഞു. അപ്പൊ രാവിലെ എഴുതി ഈ കുളിക്കാത്ത പോലെ ദുർമുഖവും വലിച്ചു കയറ്റി സെറ്റിൽ വന്നിട്ട് അതിൽ കൂടെ അഭിനയിക്കേണ്ട നായകൻ പറഞ്ഞെങ്കിൽ എന്താ തെറ്റ് പാർവതി? നിങ്ങൾ ഇങ്ങനെ മോന്തയും വലിച്ചിട്ട് നിൽക്കരുത്, നിങ്ങളൊന്ന് കംഫർട്ടബിൾ ആയിട്ട് ഒന്ന് ചിരിച്ച് നന്നായിട്ട് നിൽക്കൂ, പോസിറ്റീവ് എനർജി തരൂ. നിങ്ങൾ അതിന് പകരം ഇവിടെ ആരോ അതിർവഴക്കുള്ളതുപോലെ നിങ്ങൾ ഈ മോന്തയും വലിച്ചു കയറ്റരുതെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ന്യായമെന്നേ പറയും. പക്ഷെ അവർ പറയുന്നത് ആ ചിരി എനിക്ക് കംഫർട്ടബിൾ ആണോ എന്നത് അയാൾക്ക് പ്രശ്നമല്ലെന്ന്. അയാൾക്ക് അത് പ്രശ്നമാക്കേണ്ട കാര്യം എന്താ? പാർവതി മോന്ത വലിച്ചേറ്റി ഇരിക്കുന്നത് എന്തിനാണെന്ന് അയാൾ അന്വേഷിക്കണം. എന്തിനാ? അയാൾ സെറ്റിൽ നിൽക്കുമ്പോൾ നല്ല പ്ലീസിംഗ് ആയി നിൽക്കണം, അതും കുറ്റമാണ്. മനസ്സിലായ? നിങ്ങൾ പ്ലീസിംഗ് ആയി കഥാപാത്രത്തെ നന്നായിട്ട് ചെയ്യൂ പാർവതി. നിങ്ങൾ എന്തിനാണ് ഈ മസിൽ പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് വേറെ അർത്ഥത്തിലാണ് എടുക്കുന്നത്. പാർവതി സാംസ്കാരികമായി വളരെയധികം പ്രബുദ്ധരെന്ന് നാം കരുതുന്ന ഒരു നാട്ടിൽ സാംസ്കാരിക മേഖലയുടെ ഭാഗമായ ഒരു വ്യവസായത്തിലാണ് നാം ജോലി ചെയ്യുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നതാണ് പ്രശ്നം. അതിൽ തിരുത്തലുകളും മാറ്റങ്ങളും വേണം എന്നതുകൊണ്ട് മാത്രമാണ് പൊതുവേദികളിലും സർക്കാർ സംവിധാനങ്ങളിലും ഇതെല്ലാം തുറന്നു പറയാൻ ഞാൻ തയ്യാറാവുന്നത്. എല്ലാം ഞാനാണ് കേട്ടോ, WCC അല്ല, ഞാൻ തയ്യാറാവും. എല്ലാം ഈ ഉത്തരം താങ്ങുന്ന ഗൗളി വിചാരിക്കും, പല്ലി വിചാരിക്കും ഈ ഉത്തരം താങ്ങിയിരിക്കുന്നത് ഞാനാണെന്ന് പറയുന്ന പോലെ പാർവതി വിചാരിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനം മുഴുവൻ ഇപ്പൊ താങ്ങി നിർത്തിയിരിക്കുന്നത് ഞാനാണെന്ന്. ഒരു ചുക്കുമില്ല പാർവതി, നിങ്ങൾക്ക് തോന്നുന്നതാ. നിങ്ങൾക്ക് ഒരു പടം കഴിഞ്ഞ് അടുത്തൊരു പടത്തിന് ഒരു ഗ്യാപ്പ് വരുമ്പോൾ നിങ്ങൾ തന്നെ പത്രക്കാരുടെ മുമ്പിൽ മോങ്ങുന്ന കണ്ടിട്ടുണ്ടല്ലോ, ജീവിക്കാൻ നിവർത്തിയില്ല, എന്നെ ഒതുക്കുന്നു, 10 പൈസ വരുമാനം ഇല്ല എന്നൊക്കെ പറഞ്ഞു. ചുമ്മാ അഹങ്കാര വർത്താനൊന്നും പറയില്ല. ഈ ഞാൻ ഒന്നാമത് ഈ ഞാനെന്നുള്ള ഭാവം തന്നെ ശരിയല്ല പാർവതി. അഭിനയത്തിലാണ് തുടങ്ങിയെങ്കിലും എഴുത്തിലും ഫിലിം മേക്കിങ്ങിലും ഒക്കെ താല്പര്യമുള്ള കൂട്ടത്തിലാണ് ആര് പാർവതി. സ്വന്തമായൊരു സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നുണ്ട് ഞാൻ. കഴിഞ്ഞ 4 വർഷമായി ഞാൻ അതിന്റെ പിന്നാലെയാണ്. പുരുഷാധിപത്യത്തെ എതിർക്കാൻ വേണ്ടിയൊന്നുമല്ല ചെയ്യുന്നത്. എൻ്റെ ഉള്ളിലെ ക്രിയേറ്റർക്ക് അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് തോന്നി ചെയ്യുന്നു, അത്രമാത്രം. ചെയ്യണം. നിങ്ങളെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ കോസ്റ്റ്യൂം പെൺകുട്ടി, അവൾ ചെയ്ത ആ തിക്താനുഭവങ്ങൾ, അവളുടെ വേദനകളൊക്കെ നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ കഴിയുമെങ്കിൽ ഈ പടം നിങ്ങൾ തന്നെ സ്വയം പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്യണം. അങ്ങനെ സംവിധാനം ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും ക്യാമറാമാന്റെയും കൂടെ അഭിനയിക്കുന്ന ആൺ വർഗത്തിന്റെയൊക്കെ വേദന മനസ്സിലാവും. എനിക്കിത് പാർവതിയോട് പറയാനുള്ളത്, മലയാളത്തിലെ എല്ലാ രംഗത്തും സ്ത്രീകളെ കിട്ടും. അതുകൊണ്ട് തന്നെ താങ്കൾ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ തിരക്കഥ നിങ്ങൾ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, ക്യാമറ ഉമണ വയ്ക്കണം, എഡിറ്റിംഗ് ബീന പോളിനെ വയ്ക്കണം, അങ്ങനെ എല്ലാ മേഖലയിലും പെണ്ണുങ്ങളെ വെച്ച് ചെയ്യൂ പാർവതി. അപ്പോഴാണ് നിങ്ങളൊരു പെണ്ണാവുന്നത്. കഴിയുമെങ്കിൽ ഒരൊറ്റ ആൺ കഥാപാത്രം ഉണ്ടാവരുത്, ഒരു പെൺ കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു സിനിമ ചെയ്യും. അപ്പോഴാണ് പാർവതിയുടെ വില മലയാളി അറിയാൻ പോണത്. അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയും. എൻ്റെ ഉള്ളിലെ ക്രിയേറ്റർക്ക് അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് തോന്നിയത്രേ, ചെയ്യൂ. പുരുഷാധിപത്യത്തെ എതിർക്കാൻ വേണ്ടിയൊന്നുമല്ല, നിങ്ങൾ പുരുഷന്മാരെ എതിർത്ത് തന്നെ ചെയ്യും. സ്ത്രീപക്ഷ സിനിമ ചെയ്യൂ പാർവതി. അതിലൂടെ നിങ്ങൾ ഈ പറയുന്ന വാചകം വഴി സത്യമാണെന്ന് ജനം അറിയട്ടെ. നോ പറയാൻ കഴിയണം, അതാണ് അടുത്ത പ്രശ്നം. നോ എന്നതൊരു പൂർണ്ണ വാചകമാണ്. അതൊന്നും സ്വയം പഠിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അത് ഞാൻ തന്നെ കേട്ടോ, വേറെ ആരും നോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പഠിച്ചിട്ടേ ഇല്ല. പല കാര്യങ്ങളിലും നോ പറയാൻ കഴിയുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പെണ്ണിന് പെണ്ണ് തന്നെയാണ് ശത്രു എന്ന് വാദിക്കുന്നവരുണ്ട്. ജനറലൈസ് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല അത്. എന്നാൽ ചില സംഭവങ്ങളിൽ അതും സംഭവിക്കാം. പെണ്ണിന് പെണ്ണ് തന്നെയാണ് ശത്രു. കാരണം ആ കോസ്റ്റ്യൂം പെണ്ണിന് പാർവതി എന്ന് പറഞ്ഞ പെണ്ണല്ലേ ശത്രുവായിരുന്നു. 14 കോടി രൂപ കൊണ്ടൊന്ന് വെള്ളത്തിൽ ഒഴിക്കുന്നതുപോലെ നശിപ്പിച്ച് കൈ കൊടുത്തു. പെണ്ണ് തന്നെയാണ് പെണ്ണിന് ശത്രുവാകുന്നത്. കാരണം ആണായാലും പെണ്ണായാലും നമ്മൾ ഓരോരുത്തരും മനുഷ്യർ കൂടിയാണ്. ആ ബോധം ഉണ്ടാവണം പാർവതി. മനുഷ്യ സഹജമായ മാനസിക അവസ്ഥകൾക്ക് ആരും അതീതരല്ല. അതും പാർവതി ഓർക്കുന്നതല്ല. പാർവതി എന്നല്ല, ഈ തലയിൽ കണ്ണട വെച്ച സംഘടനയിൽ ഇനി മിച്ചം കിടക്കുന്ന 5 6 ഉണ്ടെങ്കിൽ ആ 6 എണ്ണവും അത് ഓർക്കുന്നത് നല്ലതാണ്. സുഹൃത്തുക്കളുമായി നമുക്കൊപ്പം നിൽക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മോട് അസൂയപ്പെടുന്ന സ്ത്രീകൾ ഉണ്ടാകണം. സ്വന്തം മകളോട് അസൂയപ്പെടുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്. പാർവതിയുടെ അമ്മയെക്കുറിച്ചായിരിക്കും പറയണം, അല്ല മകളുടെ വളർച്ചയിൽ, മകളുടെ പ്രശസ്തിയിൽ അസൂയപ്പെടുന്ന അമ്മമാരുണ്ടാവും എന്ന് പറഞ്ഞാൽ ആ അമ്മയെ കൃത്യമായി ട്രീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയും.
ഇപ്പൊ മഞ്ജു വാര്യരുടെ അമ്മയ്ക്ക് മഞ്ജുവിനോട് അസൂയ കാണും? എനിക്ക് തോന്നുന്നില്ല കാണും. പാർവതിയുടെ അമ്മയ്ക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പാർവതി ചിലപ്പോൾ ആ അനുഭവത്തിൽ നിന്നായിരിക്കും പറയുന്നത്. ഞാൻ വിവാഹം കഴിച്ച കാലത്ത് എനിക്ക് ഇതിന്റെ 4 സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിരുന്നില്ല എന്ന തോന്നൽ ചിലരെ അസൂയപ്പെടുത്താറുണ്ട്. അത് വീട്ടിൽ നിന്ന് ചിലപ്പോൾ കേട്ടതായിരിക്കാം പാർവതി. പുതിയ കാലത്ത് ഭർത്താവിന്റെ നിയന്ത്രണങ്ങളില്ലാതെ പാറിപ്പറന്ന് നടക്കുന്ന സ്ത്രീകൾ ചില അമ്മമാരെ അസ്വസ്ഥപ്പെടുത്താം. കാരണം വീട്ടുകാര്യങ്ങളും ഭർത്താവിന്റെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളും നോക്കാതെ പാറിപ്പറന്ന് നടന്നാൽ അവരുടെ അമ്മമാർക്ക് ചിലപ്പോൾ അസ്വസ്ഥത തോന്നാം, ഭർത്താവിനും തോന്നാം. ചിലപ്പോൾ സ്വന്തം വീട്ടിൽ പോയി ഇരിക്കേണ്ടിയും വരും. പാറിപ്പറന്ന് വീട്ടിൽ തന്നെ പറന്നുകൊണ്ട് നടക്കാനേ പറ്റൂ. അവിടെ അമ്മ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരും വ്യക്തിയാണ്. അല്ല, അവരെ അനുഭവങ്ങളിൽ നിന്നായിരിക്കും പാർവതി അവരത് പറയും. നായികയെ തുല്യമായി പരിഗണിച്ച താരം. പുരുഷാധിപത്യം എന്നത് ഒരു സങ്കല്പമാണെന്നും യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ലെന്നുമൊക്കെ ഭംഗിവാക്കുകൾ നാം പറയാറുണ്ടെങ്കിലും അത് ഉണ്ടെന്നുള്ളത് ഒരു അനുഭവ സത്യമാണ്. ഒരു സ്ത്രീ എത്ര നന്നായി അഭിനയിച്ചാലും വേതനത്തിന്റെ കാര്യത്തിൽ അവൾക്ക് പുരുഷന് തുല്യമായത് എന്നല്ല, മെയിൻ സ്റ്റാറിന്റെ അടുത്തും എത്തും വിധം പോലും ലഭിക്കാറില്ല. അതായത് പാർവതി പറഞ്ഞു വരുന്നത്, ഇപ്പൊ പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫഹദ് ഫാസിലിന്റെ കൂടെ അഭിനയിക്കുകയാണെങ്കിൽ ഫഹദ് ഫാസിലിന് എത്ര രൂപ ശമ്പളം കൊടുക്കുമോ അത് പാർവതിക്ക് കിട്ടണമെന്നാണ്. പക്ഷേ പാർവതി ഈ സിനിമയിലുള്ളതുകൊണ്ട് സാറ്റലൈറ്റ് കച്ചവടം നടക്കില്ല. പാർവതി ഉള്ളതുകൊണ്ട് വിതരണക്കാർ പൈസ കൊടുക്കില്ല, സാറ്റലൈറ്റ് വാല്യൂ ഇല്ല, ഗൾഫ് റൈറ്റ് ഇല്ല, OTTക്ക് വേണ്ട. അങ്ങനെ വരുമ്പോഴാണ് പാർവതി പ്രശ്നം. നേരെ മറിച്ച് നമ്മുടെ നയൻതാരയെ പോലെ, അല്ലെങ്കിൽ വൈജയന്തി എന്ന് പറഞ്ഞൊരു തെലുങ്ക് നടി ഉണ്ടായിരുന്നല്ലോ, വൈജയന്തി IPS ഒക്കെ ചെയ്ത് ഒരു കാലത്ത് ആണുങ്ങളെയൊക്കെ കീരിക്കാടനൊക്കെ എടുത്തിട്ട് ഇടിക്കുന്ന വേഷം ചെയ്ത്, അങ്ങനെയുള്ള സൂപ്പർ താരങ്ങളായ നായികമാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ നായകനേക്കാൾ കൂടുതൽ പൈസ കിട്ടും. അതിനുവേണ്ടി പാർവതിമാർ പ്രയത്നിക്കുകയാണ് ചെയ്യാറുള്ളത്. അല്ലാതെ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പാർവതി പറയുന്നത്, ഹോളിവുഡിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ നടി എമ്മ സ്റ്റോണുമായി തുല്യ പ്രാധാന്യമുള്ള വേഷത്തിൽ അഭിനയിക്കുന്ന നടൻ റയാൻ ഗോസ്ലിംഗ് എമ്മയ്ക്ക് കൊടുക്കുന്ന ഗോസ്ലിംഗ് പറഞ്ഞത് എമ്മയ്ക്ക് കൊടുക്കുന്ന അതേ പ്രതിഫലം തനിക്കും നൽകിയാൽ മതി എന്ന് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാരും ഈ ലോകത്തുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ പുരുഷാധിപത്യ സമൂഹം ഇത് വകവെച്ച് തരുന്നില്ല. സിമ്പിൾ ഉത്തരം പറയാൻ പാർവതി. ഇപ്പൊ നിങ്ങൾ ഉള്ളൊഴുക്കുന്നുണ്ട് പടത്തിൽ അഭിനയിച്ചു, നിങ്ങൾക്ക് ഉർവശിക്ക് കൊടുത്ത പൈസ മതി എന്ന് നിങ്ങൾ സമ്മതിക്കും? ആണിനെ വിടും, പെണ്ണിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഉർവശി ചേച്ചി അതിൽ നിർണായകമായ വേഷമാണല്ലോ ചെയ്യുന്നത്, ഈക്വൽ വേഷമാണ്, പാർവതിയോളം ഈക്വലായ വേഷമാണ്. ഞാനൊരു എപ്പിസോഡ് ചെയ്തിരുന്നു, പാർവതിക്കും കൂടി ഉർവശിക്ക് അവാർഡ് കൊടുത്ത സ്ഥിതിക്ക് പാർവതിക്കും കൊടുക്കണമായിരുന്നു. അത് പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, പാർവതി തിരുവോരത്ത് പറയൂ, എനിക്ക് തന്ന പ്രതിഫലം ഉർവശിക്കും കൊടുക്കണം, അല്ലെങ്കിൽ ഉർവശി ചേച്ചിക്ക് കൊടുത്ത പ്രതിഫലം മതി എനിക്കെന്ന് പറയോ? പുളിക്കും. വേണ്ട, പോട്ടെ. നിങ്ങളുടെ ഭർത്താവായിട്ട് അതിലൊരാൾ അഭിനയിച്ചല്ലോ മനോഹരമായ ഡെഡ് ബോഡി ആയിട്ട്, എനിക്ക് തന്ന ശമ്പളം അയാൾക്ക് കൊടുക്കണം എന്ന് പാർവതി പറയൂ? അല്ലെങ്കിൽ ആ നടന് കൊടുത്ത പൈസ മതി എനിക്കെന്ന് പാർവതി പറയൂ? ഇത് ഏത് ലോകത്താ പാർവതി നിങ്ങൾ ജീവിക്കണേ? നിങ്ങൾ എന്ത് വങ്കത്തരങ്ങളാ പറയണേ? അതാണ് പ്രശ്നം. ഇപ്പോ മലയാളത്തിൽ വന്നൊരു പടത്തിൽ അഭിനയിക്കാൻ നയൻതാര വന്നെന്ന് വെച്ചോളൂ. നയൻതാരയ്ക്ക് കൊടുക്കുന്ന പൈസ ഈ മലയാളത്തിലെ ഒരു നായകന് കിട്ടുമോ? മോഹൻലാലിനും മമ്മൂട്ടിയൊക്കെ ഒഴിവാക്കുന്നു, അല്ലാത്ത നയൻതാര വന്ന് അഭിനയിച്ചാൽ കിട്ടുമോ? കിട്ടില്ല. അപ്പൊ ആദ്യം അങ്ങനെ വളരാൻ നോക്കൂ പാർവതി, അല്ലാതെ ഈ കൊതിക്കേറവ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മള് സത്യം പറഞ്ഞാൽ ഇതൊരു 30 മിനിറ്റിനകം നിർത്തണമെന്ന് പറഞ്ഞ് തുടങ്ങിയ പ്രോഗ്രാമാണ്. പക്ഷേ ഇത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു നീളുന്നു. അപ്പോൾ 30 മിനിറ്റിൽ കൂടുതൽ ചെയ്യരുതെന്ന് യൂട്യൂബ് വാൺ ചെയ്തിരിക്കുക. അതുകൊണ്ട് ഈ സംസാരം ഇവിടെ വച്ച് ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞ് നിർത്തുന്നു. ഇതിന്റെ ബാക്കി നാളെ 2ാം ഭാഗമായിട്ട് ബാക്കി പറയാം. രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ.